ഈ ബിഗ് ബോസ് സീസൺ 4 ഒരു തരംഗമുണ്ടാക്കിയ താരമായി മാറിയ റോബിൻ രാധാകൃഷ്ണൻ, അതോടൊപ്പം തന്നെ ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റന്റ് ആയിരുന്ന വേദലക്ഷ്മി, ഇവർ തമ്മിലുള്ള ഒരു ഇഷ്യൂ ഇപ്പോൾ ഈ പറയുന്ന തോതിൽ ഒരു പോലീസ് കേസ് ആവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. വേദലക്ഷ്മി മാത്രമല്ല, ഇപ്പോൾ റോബിൻ കേസ് കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കും. ഞാൻ വാർത്തയൊന്ന് വായിക്കാം. അതായത് റോബിൻ ഇപ്പോൾ BJP-യിലാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ബിഗ് ബോസ് താരം മാത്രമല്ല, ഒരു BJP-യിലെ ഒരു പ്രവർത്തകനായി മാറിയിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. വാർത്ത വന്നിരിക്കുന്നത് BJP നേതാവ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിൽ പാലാരിവട്ടം പോലീസ് നടപടി സ്വീകരിച്ചു. റോബിന്റെ പരാതിയിൽ ബിഗ് ബോസ് താരം വേദലക്ഷ്മി, അനന്തു സുൽജിത്ത് എന്നിവരോട് നാളെ രാവിലെ 10 മണിക്ക് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനായിട്ട് പോലീസ് നിർദ്ദേശം നൽകിയെന്നും ഇന്ന് രാവിലെ 11 മണിയോടെയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകിയതെന്നും പരാതി പ്രാഥമികമായി പരിശോധിച്ച ശേഷമാണ് പോലീസ് എതിർകക്ഷികൾക്ക് ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് അയച്ചതെന്നുമാണ് ഇതിൽ പറയുന്ന കാര്യമെന്ന് പറയുന്നത്. ഇതുകൂടാതെ തന്നെ റോബിൻ തന്നെ ഇട്ട 1-2 പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഞാനതൊന്ന് വായിക്കാം. ആ പോസ്റ്റ് എന്ന് പറയുന്നത് റോബിൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. അതായത്, മിസ്റ്റർ അനന്തു സുൽജിത്തും മിസ് വേദലക്ഷ്മിയും എനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ ആത്മാർത്ഥതയും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഞാൻ സമർപ്പിച്ച പരാതിയുമായി ബന്ധപ്പെട്ട് നാളെ 2026 ഓഗസ്റ്റ് 10 രാവിലെ 10 മണിക്ക് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. യഥാർത്ഥ ആശങ്കകളോ ആരോപണങ്ങളോ സോഷ്യൽ മീഡിയയിലൂടെയല്ല, മറിച്ച് ശരിയായ നിയമപരമായ മാർഗങ്ങളിലൂടെയാണ് പരിഹരിക്കേണ്ടതെന്നും ഞാൻ വിശ്വസിക്കുന്നു. അധികാരികളുമായി സഹകരിക്കാനും നിയമ നടപടികളിലൂടെ ഈ വിഷയം നേരിടാനും ഞാൻ പൂർണ്ണമായും തയ്യാറാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ പ്രശ്നം തുടരുന്നതിന് പകരം നിയമപരമായും സുതാര്യമായും നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം എന്നുള്ള തരത്തിലായിരുന്നു റോബിന്റെ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. ഈ പറയുന്ന രീതിയിൽ വേദലക്ഷ്മിയും ഈ പറയുന്ന അനന്തുമൊക്കെ തന്നെ അല്ലാതെ തന്നെ റോബിനെതിരെയൊക്കെ തന്നെ എന്തൊക്കെയോ പോസ്റ്റുകൾ ഈ സ്റ്റോറി ആയിട്ട് തന്നെ ഇടുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കൂടാതെ തന്നെ മറ്റൊരു പോസ്റ്റ് കൂടി റോബിനും ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: സോഷ്യൽ മീഡിയയിലൂടെ എന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച 2 വ്യക്തികൾക്കെതിരെ ഇന്ന് രാവിലെ 11 മണിക്ക് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഒരു പോലീസ് പരാതി നൽകി. നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ സത്യസന്ധതയും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ശരിയായ നിയമമാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ വിഷയത്തെ നിയമപരമായി നേരിടാൻ ഞാൻ പൂർണ്ണമായും തയ്യാറാണ്. കൂടാതെ നിയമപരമായ ഏതൊരു നടപടികളോടും പൂർണ്ണമായും സഹകരിക്കും. സോഷ്യൽ മീഡിയയിലൂടെയല്ല, ഉചിതമായ നിയമ നടപടികളിലൂടെ സത്യം സ്ഥാപിക്കപ്പെടട്ടെ എന്നുള്ള തരത്തിലായിരുന്നു റോബിനിട്ട ഈ ഒരു 1-2 പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഈ പറയുന്ന വേദലക്ഷ്മിയും അതോടൊപ്പം തന്നെ അനന്തുമൊക്കെ തന്നെ കുറേ സ്റ്റോറിയൊക്കെ റോബിനെതിരെ ഇടുന്ന തരത്തിലോട്ടൊക്കെ തന്നെ കാര്യങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ ഇത് ഇവർ തമ്മിലുള്ള ഇഷ്യൂ ആണ്. ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വേദലക്ഷ്മിക്കും ഈ പറയുന്ന റോബിൻ ആരോപിക്കുന്ന ഈ 2 വ്യക്തികൾ, വേദലക്ഷ്മിക്കും അനന്തു സംബന്ധിച്ച് എന്താണ് റോബിനെതിരെയുള്ള ഒരു ഇതെന്നുള്ളത് വ്യക്തമല്ല. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ എന്ത് തന്നെ ആയാലും നമ്മൾ ഒരാൾക്കെതിരെ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അത് ഈ പറയുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല, എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിയമപരമായിട്ട് തന്നെ നേരിടേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ റോബിൻ നിലവിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്ന തരത്തിലോട്ട് ഇവർക്കെതിരെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ റോബിൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് താരം മാത്രമല്ല, ഈ പറയുന്ന രീതിയിൽ BJP-യിൽ അംഗത്വം സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ BJP-യുടെ തന്നെ ഒരു പ്രവർത്തകനായി മാറുന്ന തരത്തിലോട്ട് ഇപ്പോൾ റോബിൻ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. കാരണം ഈ റോബിൻ ഇപ്പോൾ ഈ ഇടക്കാലത്ത് തന്നെ ഇപ്പോൾ നമുക്കറിയാം, തിരുവനന്തപുരത്ത് നടക്കുന്ന സമരങ്ങളൊക്കെ തന്നെ, വിദ്യാർത്ഥികൾ നടത്തുന്ന സമരങ്ങളൊക്കെ തന്നെ, എനിക്ക് അതിൽ ശരിക്കും പറഞ്ഞാൽ റോബിൻ ചെയ്ത ഒരു കാര്യം നീ എന്ത് തന്നെ ആയാലും അതിൽ ഞാൻ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇതുവരെയും മറ്റാർക്കും ആ ഒരു തരത്തിൽ ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനോ എടുക്കാനോ ഒന്ന് അവിടെ പോയി കാണാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് നൽകാനോ ആയിട്ട് വേറെ ആരെയും തന്നെ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ റോബിൻ ഈ പറയുന്ന രീതിയിൽ ആ വിദ്യാർത്ഥികളുടെ അടുത്ത് ചെല്ലുകയും അവർക്ക് വേണ്ട വിധത്തിലുള്ള സപ്പോർട്ട് നൽകുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് സമരത്തിൽ ഏർപ്പെടുന്ന തരത്തിൽ വരെ തിരുവനന്തപുരത്ത് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിലൂടെയും വാർത്തകളിലൂടെയൊക്കെ തന്നെ കണ്ടൊരു കാര്യം തന്നെയാണ്. ഇനി എന്തൊക്കെ തന്നെ ആയാലും ആ ഒരു കാര്യത്തിൽ റോബിൻ ചെയ്തത് 100% ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ വേദലക്ഷ്മി, അനന്തു, റോബിൻ തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ അത് തീർച്ചയായിട്ടും നിയമപരമായിട്ട് നേരിടേണ്ട ഒരു കാര്യമാണെങ്കിൽ അത് നിയമപരമായിട്ട് തന്നെ പോകേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമല്ല. സോഷ്യൽ മീഡിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ചളിവാരി എറിയുന്നതല്ല അതിന്റെ ശരിയായിട്ടുള്ള രീതി എന്ന് പറയുന്നത്.